ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ബിന്നി അക്ബറിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. എപ്പിസോഡിൽ നോക്കിയാൽ കാണാം, അതിൽ ചപ്പാത്തി കുഴയ്ക്കാനായിട്ടുള്ള ഒരു ആട്ടയുടെ ഒരു പാക്കറ്റ് കാണിക്കുന്നുണ്ട്. 5 കിലോയുടെ ആട്ടയുടെ പാക്കറ്റാണ് കാണിക്കുന്നത്. അതിനകത്ത് 2.5 കിലോയില് കൂടുതൽ തീർന്നിട്ടുണ്ടായിരുന്നു. 2 കിലോ പോലും കാണത്തില്ല അതിനകത്ത്. അത്രയും റേഷനായിരുന്നു അവർക്ക് ആകെ ബാക്കി ഉണ്ടായിരുന്നത്. വേറുള്ള എല്ലാം തീർന്നു എന്നാണ് ബിന്നി പറയുന്നത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട്, നല്ല വസ്ത്രം ഇട്ട് പട്ടിണി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നതല്ലേ എന്ന്. എന്നുവെച്ചാൽ അക്ബറിന്റെ അടുത്ത് പറയുന്നത് റേഷൻ സാധനങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നാണ് പണിപ്പുര പോകുന്ന സമയത്ത്. ബേസിക്കലി മത്സരാർത്ഥികൾ പട്ടിണി ഇരിക്കുവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഫുഡും ഇല്ല, വസ്ത്രവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പണിപ്പുര ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിയുമായിട്ട് ബിഗ് ബോസ് വരുന്നത്. അക്ബർ ആണല്ലോ വീക്ക്ലി ടാസ്ക് ജയിച്ചത്. അപ്പൊ അക്ബറാണ് പണിപ്പുരയിൽ പോകേണ്ടത്. ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിലുള്ള എല്ലാവരുടെയും റേഷനും പിന്നെ എല്ലാവരുടെയും വസ്ത്രങ്ങളും ഒന്നും പണിപ്പുരയിൽ ഇല്ല. ആകെ ഉള്ളത് അക്ബറിന്റെ പേഴ്സണൽ സാധനങ്ങളും പിന്നെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസുമാണ്. പൊറോട്ട, മട്ടൻ, കുഴിമന്തി ഇതൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഈ പൊറോട്ട, മട്ടൻ, കുഴിമന്തി ഇതൊക്കെ എത്ര പേർക്ക് കഴിക്കാനുള്ള പോർഷനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അക്ബറിന് കഴിക്കാനുള്ളത് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. എന്തായാലും ഇടിമിന്നൽ കണ്ണിലടിച്ചാൽ അക്ബറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ബിഗ് ബോസ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെട്ടമടിച്ച് അക്ബറിന്റെ കണ്ണടിച്ചു പോകാൻ പാകത്തിലുള്ള എന്തോ സാധനമാണ് ബിഗ് ബോസ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റേഷൻ സാധനങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് എടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ എടുക്കും എന്നത് കണ്ടു തന്നെ അറിയാം. എനിക്ക് തോന്നുന്നില്ല എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റുമെന്ന്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.